1 2 ഓക്കെ ആണല്ലോ. വണ്ണിൽ തന്നെ താഴ്ന്നിട്ട് 1 സ്റ്റെപ്പിൽ താഴ്ന്ന് നമ്മൾ 1 സ്റ്റെപ്പിൽ തന്നെ പൊങ്ങി. ഇനി ഈ നിൽക്കുന്ന കൈ ഇത് നമ്മുടെ സെൻറ്ററിൽ വയറിന് നേരെ ആണ് കൈ വരേണ്ടത്, സൈഡ് ഇവിടെയല്ല. അതായത് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് കാണിച്ചു തരാം. ഇങ്ങനെയല്ല കൈ വരുന്നത്, കണ്ടോ? കാല് എവിടെയാണോ വന്നത് അതിൻ്റെ നേരെ മുകളിൽ വേണം കൈ. അതുപോലെ കാല് വരേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഈ കാലിന് നേരെ ഫ്രണ്ടിൽ. ഇനി അതായത് വിരലിൻ്റെ ഇപ്പുറത്തേക്ക് കടന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ വരരുത്. ഈ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഇങ്ങനെയല്ല നമ്മൾ വെക്കേണ്ടത്, ഇങ്ങനെയാണ് വെക്കേണ്ടത്. ജസ്റ്റ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങ് നീങ്ങിപ്പോയാലും കുഴപ്പമില്ല, ഇവിടെ വരരുത്. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിനി സൈഡിലേക്ക്. അതുപോലെ കൈ അപ്പോൾ എവിടെ വരണം? ഈ കാല് എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ നേരെ മുകളിലാണ് കൈ. അപ്പോൾ 8 സ്റ്റെപ്പിൻ്റെ ഒന്നാമത്തെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. 1ഉം 2ഉം സ്റ്റെപ്പ് വരുന്നത് കണ്ടോളൂ. 1 2. ഇനി നമ്മൾ നേരെ ഇപ്പോൾ സർക്കിൾ ക്യൂ ആയിട്ടായിരിക്കും. ഇനി നേരെ വട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ 3. അപ്പോൾ കാല് നല്ലപോലെ ഇതിനും 1.5 അടിയാണ്. ആ 1.5 അടി ഇവിടെയും കീപ്പ് ചെയ്തു. 3. കൈ അതേപോലെ തന്നെ ഇവിടെയല്ല കൈ വരേണ്ടത്, ഇവിടെ. 3 4. കാല് ഇങ്ങനെയല്ല കാല് വരുന്നത്. 3 മറ്റേ സൈഡിലേക്ക് ജസ്റ്റ് ചേർന്നിട്ട് 3 4 5 6. പുറകിൽ കുത്തുമ്പോൾ കൈ മിക്കപ്പോഴും കമിഴ്ന്നിട്ടായിരിക്കും. 6. ഇനി 7 8.